മണ്ണും മാനവും തമ്മിൽ ഒരു പ്രണയമുണ്ടെന്നാണ് പറയുന്നത്. സഫലമാവാത്ത, ഒരിക്കലും ഒന്നുചേരാനാവാത്ത ആ പ്രണയത്തിൻ്റെ സങ്കടത്തുള്ളികളാണത്രേ മഴയായി പെയ്തിറങ്ങി മണ്ണിൻ്റെ മാറിൽ പതിക്കുന്നത്. അത് മാനത്തിന് നിർവൃതിയും മണ്ണിന് വലിയ സന്തോഷവും നൽകുമെന്നാണ് കാവ്യഭാഷ്യം. മഴ, കെടുതികളുടെയും പ്രയാസങ്ങളുടെയും മഴയൊക്കെ വലിയ ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിലും മഴയോടും മഴത്തുള്ളിയോടുമൊക്കെ നമുക്കെപ്പോഴും ഒരു വല്ലാത്തൊരിഷ്ടമുണ്ട്. വിമാനം ആകാശത്തുകൂടി പറക്കുമ്പോഴും ആന നടന്നു വരുമ്പോഴും മഴ തുള്ളി തുള്ളിയായി പെയ്തിറങ്ങുമ്പോഴും വല്ലാത്തൊരു ബാല്യത്തിൻ്റെ മനോഹര നിമിഷങ്ങളിലേക്കൊക്കെ നാം യാത്രയാവാറുണ്ട്. അല്ല, ബാല്യമായി തന്നെ അനുഭവിക്കാറുണ്ട്. കുടയില്ലാതെ സങ്കടം വന്നൊരു ബാല്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുടയെടുക്കാതെ നനയാൻ കൊതിക്കുന്നൊരു ബാല്യമാണ് നമുക്കുള്ളിലുള്ളത്. ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്തു തോർന്നിട്ടില്ല. ഒരു ഹൃദയത്തിലും, ഒരു നെഞ്ചിലും, ഒരു കണ്ണുകളിലും. നനയാൻ കഴിയാതെ പോകുന്ന മഴത്തുള്ളികൾ, എടുക്കാൻ മറന്നുപോകുന്ന കുട, പറയാൻ കഴിയാതെ പോയ പ്രണയം, ഇതൊക്കെയും മനസ്സിലെന്നും നിറയുന്ന ഓർമ്മകൾ തന്നെയാണ്. സുഖമുള്ള ഓർമ്മകൾ. അത് ഓർക്കാൻ മഴക്കാലത്തല്ലാതെ വേറെ ഏത് കാലത്താണ് കഴിയുക? ഈ കാലവർഷത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള തുറയിൽ കടവ് എന്ന് പറയുന്ന കായൽ തീര ഗ്രാമത്തിലേക്ക് പോകാനൊരിഷ്ടം തോന്നി. അല്ലെങ്കിലും നമ്മുടെ സന്തോഷം കെടുത്താൻ ആർക്കാണാവുക? നമുക്കല്ലാതെ. സൃഷ്ടാവിനെ കൂടെ നിർത്തി ഏത് സന്തോഷവും മനോഹരമായി ആസ്വദിക്കുക എന്ന ആ മനോഹര സിദ്ധാന്തത്തിനപ്പുറം വേറെന്താണുള്ളത്? അങ്ങനെ തുറയക്കടവെന്നത് ഒരു 2 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ ഗ്രാമത്തിൽ നിന്ന്. അല്ലെങ്കിലും അതെൻ്റെ ഗ്രാമം തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ വളരെ ഭംഗിയുള്ള ഒട്ടേറെ നിമിഷങ്ങൾ കാണാനിടയായി. സാധാരണ മനുഷ്യരുടെ മഴക്കാലത്തിൻ്റെ സൗന്ദര്യം, കായലിൻ്റെ ഭംഗി, മഴത്തുള്ളികൾ നിറയുന്ന കായൽ പരപ്പിലൂടെ തെന്നി നീങ്ങുന്ന വള്ളങ്ങൾ, ഇതിനിടയിൽ ഉപജീവനത്തിനും അതോടൊപ്പം തന്നെ ഭക്ഷണാവശ്യങ്ങൾക്കുമായി വല വീശുന്ന മനുഷ്യർ. അതെ, ഇപ്പോഴും ഗ്രാമങ്ങൾക്ക് നല്ല ഭംഗിയാണ്. നല്ല ജീവസുറ്റ നിമിഷങ്ങളാണ് പലപ്പോഴും ഈ മഴപ്പെയ്ത്തിൽ നിറയുന്ന മനോഹര കാഴ്ചകളിലൂടെ നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന ചിന്തകളായി മാറുന്നത്. നമ്മളൊക്കെ ബാഹ്യമായി പലതിലുമൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് കരുതുമ്പോഴും നാമൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നമ്മളായി തന്നെ വേണം. അവിടെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് ഊതിക്കെടുത്താൻ ആർക്കുമാവില്ല. അത് നമ്മുടെ ഉള്ളിലല്ലേ. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ ദൃശ്യം കണ്ടു മടങ്ങുമ്പോൾ കപ്പൽ തകർന്ന് കടലിലെ മത്സ്യം ഒട്ടുമേ കഴിക്കാതിരുന്ന കാലത്ത് ഞാൻ തന്നെ വീശിപ്പിടിക്കാൻ സഹായിച്ച മത്സ്യത്തിൽ നിന്ന് അല്പം വാങ്ങിയാണ് മടങ്ങിയത്. ഈ മനോഹരമായ കാഴ്ചയും ദൃശ്യങ്ങളും നിങ്ങൾക്കൊത്തിരി പേർക്ക് ഒരു ഊഷ്മളമായ ഭൂതകാലത്തിൻ്റെ മനോഹര നിമിഷങ്ങൾ സമ്മാനിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പങ്കുവച്ചു വന്നേ ഉള്ളൂ. സന്തോഷം, നന്ദി. അപകടത്തിൽപ്പെടാതിരിക്കട്ടെ, സന്തോഷമായിരിക്കും.